കേന്ദ്രത്തിനെതിരായ ഇവിടെ സംസ്ഥാനത്ത് നടക്കുന്ന സമരങ്ങളെക്കുറിച്ചാണ്. ആരാണ് ഏറ്റവും കൂടുതൽ ശക്തമായി സമരം നടത്തുന്നത് എന്നതിന് വേണ്ടിയുള്ള ഒരു ഫൈറ്റ് എന്തായാലും ഇവിടെ നടക്കുന്നുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും MLA-മാരും MP-മാരും ഒക്കെ ചേർന്ന ഇടതുമുന്നണിയുടെ വലിയൊരു പ്രക്ഷോഭം, സത്യഗ്രഹ സമരം ഇന്നലെ ഉണ്ടായിരുന്നു. പാളയം രക്തസാക്ഷി മണ്ഡപത്തിലായിരുന്നു ആ സമരമൊക്കെ നടന്നത്. രാവിലെ മുതൽ തന്നെ വൈകിട്ട് 5 മണിവരെ ആ സത്യഗ്രഹ വേദിയിൽ മുഖ്യമന്ത്രി ഉണ്ടാവുകയും ചെയ്തു. കേന്ദ്രത്തിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചു. അർഹിച്ച നികുതി വിഹിതം തരാതെ അല്ലെങ്കിൽ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച് പദ്ധതി വിഹിതമൊക്കെ വെട്ടിക്കുറച്ചുകൊണ്ടുള്ള കേന്ദ്രത്തിന്റെ ആ പിടിച്ചു പറിക്കെതിരെ ശക്തമായ വിമർശനം ഇന്നലെ മുഖ്യമന്ത്രിയും ഒപ്പം മറ്റ് മന്ത്രിമാരും ഒക്കെ ഉന്നയിക്കുകയും ചെയ്തു. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. UDF ഒരുമിച്ചുള്ള ഒരു സമരത്തിന് തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ പാർലമെന്റിൽ UDF MP-മാർ കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ശക്തമായ സ്വരമുയർത്തുന്നില്ല എന്ന വിമർശനം കൂടി UDF-നെ ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി നടത്തുകയും ചെയ്യുന്നു. പക്ഷേ അതിന് മറുപടി എന്നോണം ഇന്നിപ്പോൾ ലോക്ഭവന് മുന്നിൽ കോൺഗ്രസിന്റെ രാപ്പകൽ സമരം നടക്കുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം പുതിയ പദ്ധതി കേന്ദ്രം കൊണ്ടുവന്നിരുന്നു. അത് പേര് മാറ്റിക്കൊണ്ടൊക്കെയായിരുന്നു കൊണ്ടുവന്നത്. അപ്പോൾ അതിനെതിരെയാണ് ശക്തമായ ഒരു സമരം ഇന്നിപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വെച്ചുള്ളത്. ഇതിലിപ്പോൾ എന്താണ് ഇവിടെ സംസ്ഥാനത്ത് നടന്നു വരുന്നത്? ആരാണ് കേന്ദ്രത്തിനെതിരെ ശക്തമായി ഫൈറ്റ് ചെയ്യുന്നത് എന്നതിന് വേണ്ടിയുള്ള ഒരു ഫൈറ്റാണ് ഇവിടെ നടക്കുന്നത് എന്നതാണ് ചോദ്യം. ദാവൂദ് എങ്ങനെ കാണുന്നു? LDF-ഉം UDF-ഉം സമരരംഗത്തുണ്ട്, എന്നാൽ പിന്നെ ഒരുമിച്ചായിക്കൂടെ എന്നൊരു ചോദ്യമുണ്ട്. അതിനൊട്ട് പറ്റുന്നുമില്ല. അല്ല, കേന്ദ്രത്തിനെതിരായുള്ള സമരം ഈ പറയുന്ന കക്ഷി രാഷ്ട്രീയ ഭിന്നതകൾ മറന്നുകൊണ്ട് കേന്ദ്രത്തിനെതിരായ സമരം എന്നുള്ളതല്ല, ഫെഡറലിസത്തെ നശിപ്പിക്കുന്ന കേന്ദ്രത്തിൻ്റെ നയം 2014 മുതൽ ഏറ്റവും ഏറ്റവും ഏകാഗ്രതയോടെ കേന്ദ്ര സർക്കാർ നടത്തിപ്പോരുന്നൊരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളെ അപ്രസക്തമാക്കുക എന്നുള്ള കാര്യമാണ്. നമ്മൾ ഒരുപക്ഷെ ഔട്ട് ഓഫ് ഫോക്കസിൽ ഏറ്റവും അധികം ഡിസ്കസ് ചെയ്തൊരു വിഷയമായിരിക്കും അത്. അപ്പോൾ അതിനെതിരായി ഈ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഒന്നിച്ച് സമരം ചെയ്യണം, ഒരു മുന്നണി രൂപപ്പെടുത്തണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ആശയമാണ്. ചില സന്ദർഭങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായി. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ധനമന്ത്രിമാരുടെ സമ്മേളനം ഒരു തവണ നടക്കുന്നുണ്ട്. BJP സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനം ഒരു ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ വിളിച്ചു ചേർത്ത ഒരു വലിയ പ്രതിഷേധ പരിപാടിയാണ്. അത് കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ഒക്കെ പ്രതിനിധികൾ, മുഖ്യമന്ത്രിമാർ തന്നെ ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള മൂവ്കൾ രാജ്യത്തെ പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് കേരളത്തിൽ വലിയൊരു പൊളിറ്റിക്കൽ മൊബിലൈസേഷനാക്കി മാറ്റാൻ ഇവിടെ ആർക്കും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കേണ്ടിയിരുന്നത് ഇടതുപക്ഷം തന്നെയായിരുന്നു. ബിക്കോസ് അവരാണ് അധികാരത്തിലുള്ളത്, അവരാണ് ഇപ്പോൾ അതിൻ്റെ ദുര്യോഗം അനുഭവിക്കുന്ന ആളുകൾ. പക്ഷേ പിണറായി വിജയൻ സർക്കാർ എപ്പോഴും സ്വീകരിച്ചൊരു ലൈൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നോൺ കോൺഫ്രണ്ടേഷണൽ അപ്രോച്ച് കേന്ദ്രത്തോട് സ്വീകരിക്കുക. കേന്ദ്രത്തിൽ നിന്ന് എവിടെയെങ്കിലും പാലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ലൈസൺ ഓഫീസേഴ്സിനെ വെച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോകാം എന്നൊരു ലൈനാണ് എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. അത് ഗവർണറുമായിട്ടുള്ള സംഘർഷത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ, അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ തുടക്കത്തിൽ ഈ ചാൻസലർ സ്ഥാനത്ത് തന്നെ മാറ്റിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അയ്യോ അങ്ങ് പോയല്ലേ എന്നാണ് പറഞ്ഞത് ആ വിവാദം തുടങ്ങുന്ന സമയത്ത്. പിന്നെ ഏറ്റവും ഒടുവിൽ VC നിയമനത്തിൻ്റെ കാര്യത്തിൽ ഗവർണർക്ക് മുമ്പിൽ കീഴടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ കേന്ദ്രവുമായിട്ട് ഒരു ഡയറക്റ്റ് കോൺഫ്രണ്ടേഷന് പോകാതെ നമുക്ക് സംസാരിച്ച് ലൈസൺ വർക്കിലൂടെ കാര്യങ്ങൾ അങ്ങ് പരിഹരിച്ച് പോകാം, കേന്ദ്രത്തിനുള്ള പൈസ നേടിയെടുക്കാം എന്നൊരു ലൈനാണ് എപ്പോഴും പിണറായി വിജയൻ പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളത്. അതതിൻ്റെ പരമാവധിയിലെത്തിയ സന്ദർഭമായിരുന്നു മുന്നണി അറിയാതെ, ക്യാബിനറ്റ് അറിയാതെ, പാർട്ടി അറിയാതെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട MOUയിൽ ഒപ്പിട്ട കാര്യം. പിന്നെ ഈ പറയുന്ന ലേബർ കോഡുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ എല്ലാവർക്കും മുന്നേ നടപ്പിലാക്കിയത്. അത് വിവാദമായ സന്ദർഭത്തിലാണ് കേന്ദ്രമന്ത്രി തന്നെ രാജ്യസഭയിൽ പരസ്യമായിട്ട് പറയുന്നത് ഇതിന് പാലമായി വർത്തിച്ചത് ജോൺ ബ്രിട്ടാസ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലൈനാണ് എപ്പോഴും പിണറായി വിജയൻ വ്യക്തിപരം, ഞാൻ CPM-ൻ്റെ ഒരു പൊസിഷൻ പോലുമല്ല, പിണറായി വിജയൻ വ്യക്തിപരമായി സ്വീകരിച്ചത്. അത് വലിയ തോതിൽ വിചാരണ ചെയ്യപ്പെടുന്നു. ഞാൻ ഈ ഔട്ട് ഓഫ് പോസ്റ്റിന് മുമ്പ് പറഞ്ഞ കാര്യമുണ്ട്. CPM-ന് കഴിഞ്ഞ 9.5 വർഷമായി കേരളത്തിൽ നഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, CPM-ൻ്റെ ശക്തി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ മൊബിലൈസേഷനുള്ള അതിൻ്റെ ശേഷിയായിരുന്നു. തെരുവുകളെ പ്രകമ്പനം കൊള്ളിക്കാനുള്ള, തെരുവുകളെ നിറക്കാനുള്ള, ആ തെരുവുകളിലൂടെ ആശയപ്രചാരം നടത്താനുള്ള, തെരുവുകളിൽ രാഷ്ട്രീയം പറയാനുള്ള CPM-ൻ്റെ ശേഷിയായിരുന്നു. അത് CPM അധികാരത്തിലിരിക്കുമ്പോഴും CPM അത് പ്രകടിപ്പിക്കാറുണ്ട്. CPM എപ്പോഴെല്ലാം കേരളത്തിൽ അധികാരത്തിലേറിയിട്ടുണ്ടോ അപ്പോഴെല്ലാം കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരായുള്ള വലിയ സമരങ്ങളുണ്ടായിട്ടുണ്ട്. അവർക്കതിനൊരു വാചകം തന്നെയുണ്ട്. ഇതാണ് ഭരണവും സമരവും. EMS കോയിൻ ചെയ്ത വാചകമാണത്, ഭരണവും സമരവും. തപാൽ ഓഫീസുകൾക്ക് മുമ്പിൽ CPM സമരം നടത്താത്ത ഏതെങ്കിലും ഒരു വർഷം കഴിഞ്ഞു പോയിട്ടുണ്ടോ അവർ അധികാരത്തിലിരിക്കുമ്പോൾ? അത് അവരുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. തപാൽ ഓഫീസിന് മുമ്പിൽ ധർണ, ഇൻകം ടാക്സ് ഓഫീസ് പിക്കറ്റിംഗ്,
ഇത് അവരുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടി. അതെന്തിനാ? അതൊക്കെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളാണ്. അപ്പോൾ അത് CPM കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴൊക്കെ എപ്പോഴും അത് നടന്നിട്ടുണ്ട്. കേന്ദ്രത്തിനെതിരായിട്ടുള്ള സമരവും കേന്ദ്രത്തിനെതിരായുള്ള വിമർശനവും പ്രക്ഷോഭവും കൊണ്ട് കേരളത്തിലെ തെരുവുകളെ എപ്പോഴും സജീവമാക്കി നിർത്തിയിട്ടുണ്ട് CPIM. അന്നൊക്കെ കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് ആയിരുന്നു. അന്ന് തെറ്റായ നയങ്ങൾ കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഇന്നുള്ളതുപോലെ സംസ്ഥാനങ്ങളെ അപ്രസക്തമാക്കുന്ന, ഞാൻ മുമ്പ് ഉപയോഗിച്ച വാചകമുണ്ട്, സംസ്ഥാനം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ യൂണിറ്റിനെ വെറുമൊരു ഗ്രാമപഞ്ചായത്തായിട്ട് പരിഗണിക്കുന്ന ഒരു രീതി, സംസ്ഥാന മുഖ്യമന്ത്രിമാരെ പഞ്ചായത്ത് പ്രസിഡൻ്റായി പരിഗണിക്കുന്ന രീതി, ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതിനെതിരെ ഏതെങ്കിലും നിലക്കുള്ളൊരു പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ കേരളത്തിൻ്റെ തെരുവുകളിൽ ഇതുവരെ ഉണ്ടാക്കിയെടുക്കാൻ CPM ശ്രദ്ധിച്ചിട്ടില്ല, LDF ശ്രദ്ധിച്ചിട്ടില്ല. അതിനുള്ള ഇഷ്ടം പോലെ സന്ദർഭങ്ങളുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, SIR വന്നു. SIR വന്നപ്പോൾ അതിനെതിരെ എന്തെങ്കിലും നിലക്കുള്ളൊരു സ്ട്രീറ്റ് മൊബിലൈസേഷൻ കേരളത്തിലുണ്ടായോ? ഒന്നും ഉണ്ടായില്ല. ഓക്കെ, നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്, കോടതിയിൽ പോയിട്ടുണ്ട്. നോക്കൂ, സ്ട്രീറ്റ് മൊബിലൈസേഷൻ വളരെ പ്രധാനമാണ്. രാഷ്ട്രീയം പറയുക, രാഷ്ട്രീയം പഠിപ്പിക്കുക, ആ രാഷ്ട്രീയത്തിൻ്റെ വലിയ അതിൻ്റെ ഒരു പ്രകമ്പനത്തിലൂടെയാണ് CPM എപ്പോഴും നിലനിൽക്കുന്നത്. അതിന് അണികളെ സജീവമാക്കുക മാത്രമല്ല, അവരുടെ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. ആവേശം കൊള്ളിക്കുക എന്ന് മാത്രമല്ല, അതൊരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ കൂടിയാണത്. അത് വലിയ തോതിലുള്ള പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ. അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. അതേസമയം നമ്മൾ കാണണം, ഇതേ വിഷയം മുൻനിർത്തിയിട്ട് തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ എന്തായിരുന്നു, സ്റ്റാലിൻ എന്ത് അപ്രോച്ചാണ് സ്വീകരിച്ചത്, മമതാ ബാനർജി എന്താണ് സ്വീകരിച്ചത്? മമതാ ബാനർജി കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ നടത്തിയ റാലി കണ്ടോ? ജനപ്രളയമായിരുന്നു അവിടെ. എന്ന് മാത്രമല്ല, അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ റാലി എന്ന് പോലും പറയാൻ പറ്റില്ല. ആ സംസ്ഥാനത്തെ ബുദ്ധിജീവികൾ, എഴുത്തുകാർ, സിനിമാ നടന്മാർ, സെലിബ്രിറ്റികൾ അവരെല്ലാവരും മമതയോടൊപ്പം കൈകോർത്ത് ആ റാലിയുടെ മുൻനിരയിൽ നിൽക്കുകയാണ്. ആ നിലയിൽ അതാണ് മാസ് മൊബിലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ബംഗാളികളെ, നമ്മുടെ ബംഗാളിനെ ദൈവന്മാർ ഒഴുങ്ങാൻ പോവുകയാണെന്നാണ് അവർ പറയുന്നത്, നശിപ്പിക്കാൻ പോവുകയാണ്. ഇന്നലെ LDFൻ്റെ ധർണയുടെ മുദ്രാവാക്യം എന്താണ്? കേരളത്തിനെതിരായുള്ള സാമ്പത്തിക ഉപരോധം. എന്നിട്ട് മുഖ്യമന്ത്രി കുറേ കണക്കുകൾ വെച്ചു, ഓരോരോ പദ്ധതികൾക്കും കിട്ടാനുള്ള പൈസയുടെ കോടികൾ. അപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അത് പ്രധാനം തന്നെയാണ്, സാമ്പത്തിക ഉപരോധം തന്നെയാണ് നടക്കുന്നത്. സംസ്ഥാനങ്ങളെ സാമ്പത്തിക ഉപരോധത്തിൽപ്പെടുത്തി ബുദ്ധിമുട്ടിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കുക, നമ്മൾ അതിനെതിരെ ഫൈറ്റ് ചെയ്താൽ ഉള്ള കാശും പോകും എന്നുള്ള ഒരു സമീപനമാണ്. അതാണല്ലോ PMശ്രീയുടെ കാര്യത്തിൽ ശിവൻകുട്ടി പറഞ്ഞത്, ഉള്ള കാശും പോകും, നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളതാണ്. നോക്കൂ, തമിഴ്നാട്ടിൽ എന്താണ്, തമിഴ്നാട് നമ്മളെക്കാൾ ശക്തമായ പൊസിഷൻ എടുത്ത്, കർശനമായ പൊസിഷൻ എടുത്ത് കേന്ദ്രം തന്നെ ഫൈറ്റ് ചെയ്യുന്നു. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും സാമ്പത്തിക വളർച്ചയുള്ള സംസ്ഥാനമാണ്, അത് മനസ്സിലാക്കണം. സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുകയാണ് തമിഴ്നാട് ഡെവലപ്മെൻറ്റ് മോഡൽ. തമിഴ്നാട് ഡെവലപ്മെൻറ്റ് മോഡൽ എന്ന വാക്ക് അവർ ഉപയോഗിക്കില്ല, ഡ്രവീഡിയൻ ഡെവലപ്മെൻറ്റ് മോഡൽ എന്നാണ് അവർ പറയുക. അപ്പോൾ ഇത് ഡ്രവീഡിയൻ ഡെവലപ്മെൻറ്റ് മോഡലിൻ്റെ ഫലമാണെന്ന് അവർ പറയും. അവർ ഈ പറയുന്ന കേന്ദ്രത്തിനെതിരായിട്ടുള്ള ശക്തമായ പൊസിഷൻ എടുക്കുന്നു, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഭാവനാത്മകമായ പദ്ധതികൾ മുന്നോട്ട് വെക്കുന്നു, അത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നു. അപ്പോൾ ആ നിലക്കുള്ള ഒരു എന്താണ് ഇതിനെ എതിർക്കുക, അതിനെ ഒരു മാസ് മൊബിലൈസേഷനാക്കി മാറ്റുക എന്നൊരു കാര്യം കഴിഞ്ഞ 9.5 വർഷമായിട്ട് ആ വിഷയത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവസാന ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പിന് അടുത്ത ഘട്ടത്തിൽ ഒരു പരിപാടി നടത്തുന്നു. അതും ഒരു ചട്ടപ്പടി പരിപാടിയാണ്, വലിയ തോതിലൊരു മൊബിലൈസേഷൻ നടക്കുന്നില്ല. അതിനെ ചെറുതായി കാണുകയോ അത് ചെയ്ത് ശരിയായില്ലെന്നും പറയല്ല. വളരെ അങ്ങനെ പരിപാടി നടത്തേണ്ടത് തന്നെയാണ്, അത് അഭിനന്ദിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ അത് മതിയായിരുന്നു. ഈ ഇലക്ഷൻ്റെ തലേ ദിവസമാണോ ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്? ഇതായിരുന്നോ ലെഫ്റ്റ് ഇടതുപക്ഷം കാലങ്ങളായി കൊണ്ടു നടന്നുള്ള രാഷ്ട്രീയം ഇതായിരുന്നു? അപ്പോൾ കേന്ദ്രവുമായിട്ട് ലൈസണിങ്ങിൽ പോവുക, ഇവിടെ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് വർഗീയതയും പറയുക, ഇങ്ങനെ പോയാൽ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാം, നമുക്ക് കാര്യങ്ങളങ്ങ് മറികടന്നു പോകാം എന്നാണോ LDF CPM വിചാരിച്ചത്? അത് നടക്കില്ല എന്ന് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോടുകൂടി ബോധ്യപ്പെട്ടു. അപ്പോൾ ഇപ്പോൾ തെരുവിലിറങ്ങുകയാണ്. ഇപ്പോൾ തെരുവിലിറങ്ങുന്ന എഗൻ അത് അഭിനന്ദിക്കപ്പെടണം. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട. കോൺഗ്രസ് ഈ വിഷയത്തിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, കോൺഗ്രസും കാര്യമായിട്ട് കേരളത്തിലൊന്നും ചെയ്തില്ല. ഇപ്പം ഈ നരേഗ പദ്ധതി, തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പുതിയ നടപടികൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം അവർ രാജ്യവ്യാപകമായി സ്വീകരിച്ചാണ്. ഇന്നലെ ഹിമാചൽ പ്രദേശിലെ എല്ലാ ജില്ലാ തലങ്ങളിലും പ്രതിഷേധ പരിപാടി നടന്നിരുന്നു. ഇന്ന് ലോക്ഭവന് മുമ്പിൽ നടക്കുന്നു. യഥാർത്ഥത്തിൽ നടക്കേണ്ടിയിരുന്നത് കോൺഗ്രസും CPM ഒന്നിച്ച് ഈ പറയുന്ന നയത്തിനെതിരായുള്ള സംയുക്തമായ സംസ്ഥാനത്തിൻ്റെ
ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതായിരുന്നു. കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് പറയാനൊക്കെ സുഖമാണ്, പക്ഷേ പ്രായോഗികമായി നടക്കുമെന്ന് തോന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സമരം അതാണെന്ന് ഞാൻ പറയും. യെസ് നിഷാദ്, ഇന്നലെ LDFൻ്റെ സമരം, ഇന്നിപ്പോൾ UDFൻ്റെ സമരം, രണ്ടും കേന്ദ്രത്തിനെതിരെ തന്നെയാണ്. രണ്ടുപേർക്കും ഒരുമിച്ചൊരു കേന്ദ്രത്തിനെതിരെ സമരം നടത്താൻ എന്തൊക്കെയാണ് അവിടെയുള്ള പ്രതിസന്ധികൾ? അല്ല, കേന്ദ്രത്തിനെതിരെയുള്ള സമരം ജെനുവിൻ കോസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് രാഷ്ട്രീയം ഒരു ടൂൾ കൂടിയാണല്ലോ. കേന്ദ്ര സർക്കാരിനെതിരെ ആരാണ് ഏറ്റവും നന്നായി നിൽക്കുന്നവർ എന്ന് തെളിയിക്കാനുള്ള ഒരു ഉപാധി കൂടിയാണ്. അല്ലാതെ കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്തി വിജയിച്ച് കേരളത്തിലുള്ള ആനുകൂല്യങ്ങൾ മേടിക്കലല്ലോ. ഞങ്ങളാണ് ഏറ്റവും സ്ട്രോങ് ആയി ഈ മോദിക്കെതിരെയുള്ള സ്ഥാപിക്കാനുള്ള ഒരു പരിശ്രമമായി കാണുന്നത്. ആ ഓട്ടത്തിൽ ഒരുമിച്ചിരുന്നാൽ ആരൊക്കെയായിരിക്കും ആരാരും നേട്ടം കൊണ്ടുപോകും? ഇത് ഈ സർക്കാരിന് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഇരിക്കുന്ന സമരത്തിൽ പ്രതിപക്ഷ നേതാവ് പോയി കൂടെ ഇരിക്കുക. അതിൻ്റെ ആനുകൂല്യവും അതിൻ്റെ ഡിവിഡൻഡ് മുഴുവൻ ആര് കൊണ്ടുപോകും? പിണറായി വിജയൻ കൊണ്ടുപോകും. 2021 തെരഞ്ഞെടുപ്പിന് മുൻപ് ഇതുപോലൊരു സമരം നടത്തി. അതിൽ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല പോയി പങ്കെടുത്തു. ഇവർ വിളിച്ചു. കേരളത്തിൻ്റെ പൊതുവായ താല്പര്യത്തിന് വേണ്ടിയാണല്ലോ രമേശ് പോയി പങ്കെടുത്തു. അതൊരു സ്ട്രാറ്റജിക് ബ്ലണ്ടർ ആയിരുന്നാണ് പിന്നീട് കോൺഗ്രസ് മനസ്സിലായി. കാരണം എന്താണ്? അതിൻ്റെ ഒരു ഗുണവും കോൺഗ്രസിന് കിട്ടിയില്ല. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് ലെഫ്റ്റിൻ്റെ സ്വഭാവം അറിയാം. ലെഫ്റ്റ് ഭയങ്കരമായ ആൻറ്റി മോദി നിലപാടൊക്കെയുള്ള ഒരു പാർട്ടിയായിട്ടാണ് സ്വയം അവതരിപ്പിക്കുന്നത്. അവരുടെ പാർട്ടി കോൺഗ്രസ് രേഖകളൊക്കെ പരിശോധിച്ചാലും അവരെടുക്കുന്ന അതിൻ്റെ ഒരു അടിസ്ഥാന നിലപാടൊക്കെ എടുത്താലും അത് റൈറ്റ് വിങ്ങിനെതിരാണ്. അപ്പോൾ കേരളത്തിന് അതിൻ്റെ ഒരു മൂഡ് അറിയാമല്ലോ. അതിൻ്റെ കൂടെ ഇവർ പോയി ചേർന്നിരുന്നാൽ അതിൻ്റെ ഗുണം രണ്ടുപേർക്കുമായി കിട്ടില്ല. കിട്ടുന്നത് രാഷ്ട്രീയ ഗുണം, ഇലക്ട്രൽ ഗുണം അത് CPM-നെ കിട്ടും. അതറിയാവുന്നതാണ് VD സതീശൻ പറഞ്ഞത്, നിങ്ങൾ നടത്തിക്കോ സമരം, ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്ന് മാത്രമല്ല, നിങ്ങളുടെ സമരം എന്ന് പറയുന്നത് ആത്മാർത്ഥതയില്ലാത്തതാണ്. ഇപ്പോൾ കൂടെ ചേർന്ന് കൊടുത്താണ് സംഭവിക്കുന്നത്. പിണറായി വിജയൻ്റെ മോദി വിരുദ്ധത ജെനുവിനാണെന്ന് ഞങ്ങൾ സർട്ടിഫൈ ചെയ്യുകയാണ്, അതിൻ്റെ കൂടെ ഞങ്ങളും വന്ന് ചെയ്യുകയാണെന്നാണല്ലോ. ഇപ്പോൾ അവരുടെ പൊളിറ്റിക്കലി കക്ഷി രാഷ്ട്രീയത്തിൽ അവർ ചെയ്യേണ്ടത്, നിങ്ങൾ നടത്തുന്ന സമരം വ്യാജമാണ്, പൊള്ളയാണ്. നിങ്ങൾ ഗവർണർക്കെതിരെ നടത്തുന്ന സമരം പൊള്ളയാണ്, നിങ്ങളും ഗവർണർ തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. നിങ്ങൾ മോദിക്കെതിരെ നടത്തുന്ന സമരം പൊള്ളയാണ്, നിങ്ങളും മോദി തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് എന്ന് സ്ഥാപിക്കലാണ് ഇപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിലെ ആവശ്യം. സോ അവർ മാറിയിരിക്കുന്നു. അതാണ് രാഷ്ട്രീയത്തിൽ എടുക്കാൻ പറ്റുന്ന പ്ലേ. ഇപ്പോൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് CPM ഈ ചെയ്യുന്ന സമരത്തിന് എന്തുമാത്രം വിശ്വാസ്യതയുണ്ടെന്ന് ചോദിച്ചാൽ, ആ വിശ്വാസ്യതയുടെ പ്രശ്നം എങ്ങനെ ഉണ്ടായത് CPM ആലോചിച്ചാൽ ഏറ്റവും അവസാനത്തെ PM ശ്രീ കാണാൻ പറ്റും. PM ശ്രീയിൽ ഒപ്പുവെച്ചത് അതിൻ്റെ കൺസേൺ മിനിസ്റ്റർ അറിഞ്ഞ സംശയമാണ്. കാരണം ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചിട്ട് പിറ്റേന്നാണ് അദ്ദേഹത്തിൻ്റെ ചിന്താവാരികയിലെ PM ശ്രീക്കെതിരായിട്ടുള്ള ലേഖനം വരുന്നത്. ആ മനുഷ്യൻ അറിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ കേരളത്തിലെ ക്യാബിനറ്റ് അറിയാതെ പല കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞല്ലോ, ഏതെല്ലാം തരത്തിലുള്ള നിയമങ്ങളും തീരുമാനങ്ങളും ഒന്നും ക്യാബിനറ്റോ അല്ലെങ്കിൽ LDF ഒന്നും അറിയാതെ പല തീരുമാനങ്ങളും എടുക്കുന്നുണ്ട്. എന്നിട്ട് LDF-ലെ കക്ഷികൾക്ക് പുറത്ത് സമരം ചെയ്യേണ്ടി വരികയോ അല്ലെങ്കിൽ മറുവർത്താനം ചെയ്യേണ്ടി വരികയാണ്. ഏതൊക്കെ കാര്യങ്ങൾ? തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ എടുത്ത സമീപനം എന്താണെന്ന് നമുക്കറിയാം. അതിൽ LDF-ലെ കക്ഷികൾക്കുള്ള അഭിപ്രായം എന്താണ് എന്ന് നമുക്കറിയാം. പാർട്ടിയിൽ തന്നെയുള്ള അഭിപ്രായം എന്താണ്? ഇപ്പോഴും തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഇല അനങ്ങിയിട്ടുണ്ടോ? ആരാണ് പൂരം കലക്കിയെന്ന് കണ്ടെത്തിയയാളെ ശിക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. ആ ഉദ്യോഗസ്ഥനെ വീണ്ടും ലോ ആൻഡ് ഓർഡറിലേക്ക് തിരികെ കൊണ്ടുവരാൻ CM ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് പണി നടക്കുന്നതെന്നാണ് നമ്മൾ പുതുതായിട്ട് മനസ്സിലാക്കുന്ന അപ്ഡേറ്റ്. 3 ടയർ അന്വേഷണം ഒരു സാധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ആ വഴിക്ക് നടക്കുമെന്ന് വിചാരിക്കണം. ഇത്ര വർഷം കഴിഞ്ഞു, ഒരു നടപടി ഉണ്ടായിട്ടില്ല. ആർക്ക് ബെനിഫിറ്റ് കിട്ടിയ കേസാണ്? BJP-ക്ക് ബെനിഫിറ്റ് കിട്ടിയ കേസാണ്. PM ശ്രീയുടെ കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ട് ഞങ്ങളൊരു ഓപ്പൺ ഫൈറ്റിനില്ല, ഞങ്ങൾക്ക് കേരളയിലുള്ള പെർമിഷൻ കിട്ടിയാൽ മതി എന്ന മൂഡാണ് സർക്കാരിന്. അത് പ്രശ്നമാണ്. ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യാത്തിടത്തോളം കാലം ഈ നടത്തുന്ന സമരങ്ങളുടെ ജെനുവിനിറ്റി ചോദ്യം ചെയ്യപ്പെടും എന്നാണ് യാഥാർത്ഥ്യം. അപ്പോൾ അവിടെ KV തോമസിനെ വെക്കുന്നു, അവിടെ ജോൺ ബിട്ടാസിനെ വെക്കുന്നു, നിരന്തരമായി ലൈസനിങ് നടത്തി അവിടെ നിന്ന് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ഇതിലൊപ്പിട്ടെങ്കിൽ മറ്റേ ഫണ്ട് കിട്ടില്ല, അതുകൊണ്ട് ഇതിലൊപ്പിട്ടേക്കാം എന്ന് പറയുന്ന അടിസ്ഥാന രാഷ്ട്രീയത്തെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞിട്ട് മറ്റേ ഫണ്ടിന് വേണ്ടി മാത്രമായിട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു ദുർബല രാഷ്ട്രീയം ദേശീയ സർക്കാരിനോട്, യൂണിയൻ ഗവൺമെൻറ്റിനോട് ലെഫ്റ്റ് സ്വീകരിക്കുന്നു എന്നൊരു ഫീൽ പൊതുവേ കേരളത്തിലുണ്ട്. അപ്പോൾ അതിനെ മറികടക്കാതെ ഈ നടത്തുന്ന സമരം കൊണ്ട് എന്ത് പ്രയോജനമുണ്ടെന്നൊരു ക്വസ്റ്റ്യനുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം നിങ്ങൾ എടുക്കാത്ത ഒരു കർശനമായ സമീപനം ഏറ്റവും അവസാനം നടത്തുന്ന സമരത്തിലൂടെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, നേരത്തെ പറഞ്ഞ പോലെ കേരളത്തോട് വലിയ സാമ്പത്തിക വിവേചനം കാണിക്കുന്നുണ്ട്. നമ്മുടെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുന്നുണ്ട്, നമുക്ക് തരേണ്ട പദ്ധതികൾ തരാതിരിക്കുന്നുണ്ട്, ബജറ്റുകൾ നമ്മുടെ പേരുൾപ്പെടുന്നത് കുറഞ്ഞു പോയിട്ടുണ്ട്, നമ്മുടെ വിഹിതങ്ങൾ കുറയുന്നുണ്ട്. കേരളത്തോട് ശത്രുതാ സമീപനം സ്വീകരിക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്ന് മാത്രമല്ല, കേരളത്തിലൊരു ഗവൺമെൻറ് ഉള്ളത് BJP ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിന് പണം കൊടുക്കാതിരുന്നാൽ ആ ഗവൺമെൻറ്റിൻ്റെ പല പരിപാടികളും മുടങ്ങും കഴിയുമ്പോൾ ആളുകൾക്ക് ആ ഗവൺമെൻറ്റിനോട് ഇഷ്ടക്കേടാവും. അങ്ങനെ ഇഷ്ടക്കേടാവട്ടെ എന്നാണ് മോദി. ഇപ്പം ഇറാനിൽ എന്താണ് കാണുന്നത്? ഇറാനിലുള്ള സാങ്ഷൻസ് ആക്കിയിട്ട് മൊത്തം ഗവൺമെൻറ്റിന് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പോൾ ജനങ്ങൾ, അല്ലെങ്കിൽ വെനസ്വേലയിൽ കാണുന്നതാണ് കംപ്ലീറ്റ് സാങ്ഷൻസ് കൊണ്ടുവരിക, ക്യൂബയിൽ കാണുന്ന കംപ്ലീറ്റ് സാങ്ഷൻസ് കൊണ്ടുവരിക. അപ്പോൾ ഗവൺമെൻറ് ഇറുകുമ്പോൾ ജനം ഗവൺമെൻറ്റിനെതിരാവും. അതാണ് മോദി ആഗ്രഹിക്കുന്നത്. ഇഷ്ടമില്ലാത്ത സംസ്ഥാനങ്ങൾക്ക് പൈസ കൊടുക്കാതിരിക്കുക. ആ പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ അഭിമുഖീകരിക്കുമ്പോൾ അതിൽ ചെയ്യേണ്ട കാര്യം ജനങ്ങളെ മൊത്തം അത് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. നമ്മൾ സാമ്പത്തിക വിവേചനത്തിൻ്റെ ഇരകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ തവണ സാമ്പത്തിക വിവേചനത്തിൻ്റെ ഇരകളാക്കപ്പെടുന്നത് ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി സർക്കാർ സ്വീകരിച്ച ഒരു പരിപാടി എന്തായിരുന്നറിയോ? നവകേരള സദസ്സ് നടത്തുക.
വലിയൊരു ബസ് വാങ്ങിച്ചിട്ട് ക്യാബിനറ്റ് മുഴുവൻ അതിലേക്ക് കയറി ഓരോ സ്ഥലത്ത് നിന്ന് 140 മണ്ഡലങ്ങളിൽ ചെന്ന് സംസ്ഥാന സർക്കാരിനോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന വിവേചനത്തെക്കുറിച്ച് പ്രസംഗിക്കാനുള്ള ഇടമെന്നാണ് പറഞ്ഞത്. പിന്നെ പരാതി കൊടുക്കാനുള്ള കുറേ വിൻഡോസൊക്കെ ഏർപ്പാടാക്കിയിരുന്നു. പക്ഷേ നോക്കൂ, അത് ജനം എങ്ങനെ എടുത്തത്? നിങ്ങൾക്ക് സാമ്പത്തിക വിവേചനത്തിൻ്റെ പ്രശ്നമുണ്ടല്ലേ, ദാരിദ്ര്യമാണല്ലേ, അതിന് നിങ്ങൾ ഈ 1 കോടി രൂപയിലധികമുള്ള ബസ് വാങ്ങിച്ചിട്ട് എല്ലാവരും കൂടി വന്ന് ഇത്ര വലിയ സദസ്സ് നടത്തി. ധൂർത്ത് എത്ര കോടിയാണ് അതിന് ചിലവാക്കുന്നത്? ആ സമയത്ത് സപ്ലൈക്കോടെ റാക്ക് നിറയുന്നില്ല എന്ന കാര്യം ആലോചിക്കണം, സാമ്പത്തിക പ്രതിസന്ധി കാരണം. അപ്പം അതിനുവേണ്ടി സ്വീകരിച്ച സമീപനങ്ങൾ ജനത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ, ആളെ തലയിൽ ഹെൽമെറ്റ് വെച്ച് ഇടിക്കൽ, പൂച്ചട്ടി കൊണ്ട് അടിക്കൽ, മാതൃകാ രക്ഷാപ്രവർത്തനം എന്ന സംഗതി വേറെ കിടക്കാണ്. അപ്പോൾ ഇതിലൊക്കെ ഇവർ സ്വീകരിച്ചിട്ടുള്ള സമീപനത്തിലും ഇവരെടുത്തിട്ടുള്ള സ്റ്റെപ്സിലെല്ലാം ജനങ്ങൾക്കൊരു വിശ്വാസ്യതാ പ്രശ്നം ഉണ്ടായിപ്പോയി. PM ശ്രീയൊക്കെ ഇവരെന്ത് ന്യായീകരിച്ചാലും അതിൽ ഇവർക്ക് ഭയങ്കരമായ വഞ്ചനാ സമീപനം എടുത്തു, ഒറ്റുകാരെ പോലെ പ്രവർത്തിച്ചു എന്ന് ജനം സംശയിക്കുന്നു. കാരണം പാർട്ടിയെ, മുന്നണിയെ നിങ്ങൾ ഇരുട്ടത്ത് നിർത്തിയിരിക്കുകയാണ്. സോ അതുകൊണ്ട് ഈ സമരത്തിൻ്റെ പൂർണ്ണ ആനുകൂല്യം രാഷ്ട്രീയമായി ഇവർക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ അത് ജനം തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നിങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായിപ്പോയിട്ടുള്ള പിഴവുകൾ, നിങ്ങളുടെ സർക്കാരുകൾക്ക്, നിങ്ങളുടെ വകുപ്പുകൾക്കകത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അവയെല്ലാം അവസാനത്തെ ഗിമ്മിക്കുകൾ കൊണ്ട് മറികടക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. അതുകൊണ്ട് ഈ സമരം നല്ലത് തന്നെ, പക്ഷേ ഇതിനേക്കാൾ വലിയ സമരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാൾ വലിയ ഒച്ചപ്പാടും ഇതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള സമരങ്ങൾ നമ്മൾ പശ്ചിമ ബംഗാളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കെ, എല്ലാം ജനവും കണ്ടുകൊണ്ടിരിക്കെ, സമരം എന്തുമാത്രം ആളുകൾ വാല്യൂ ചെയ്യുമെന്ന്, ആ സമരത്തിന് എന്തുമാത്രം ആളുകൾ വോട്ട് ചെയ്യുമെന്ന് കാത്തിരുന്ന് കാണണം. യെസ്, അതാണ് ഇവിടെ സത്യത്തിൽ ആരാണ് കേന്ദ്രത്തിനെതിരെ ഉറക്കെ ശബ്ദിക്കുന്നത് എന്നതിലുള്ള ഒരു തർക്കവും ഫൈറ്റും ഒക്കെയാണ് നടക്കുന്നത്. പക്ഷേ ഇതുപോലെയുള്ള മാറി മാറി നിന്നുള്ള സമരം അത് ഏതെങ്കിലും തരത്തിൽ കേരളത്തിന് ഗുണം ചെയ്യുമെന്ന് കരുതാൻ കഴിയില്ല.